The next principle we are going to discuss is objectivity. Objectivity. What do you mean by objectivity? Objectivity principle states that the transactions must be supported by proper documentary evidences. എല്ലാ ട്രാൻസാക്ഷനും ഡോക്യുമെൻ്ററി എവിഡൻസസ് ഉണ്ടായിരിക്കണം. പർച്ചേസിനായിട്ട് ഇൻവോയ്സ്, സെയിൽ ഇൻവോയ്സ്, ബാങ്കിങ് ട്രാൻസാക്ഷൻസിന് പാസ്ബുക്ക്, ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ പേയിൻ സ്ലിപ്പ്, അങ്ങനെ എല്ലാത്തിൻ്റെയും തെളിവുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ റിലയബിലിറ്റി എൻഷുർ ചെയ്യാൻ നമുക്ക് പറ്റും. അടുത്ത പോയിന്റ് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്നാണ്. സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. വാട്ട് യു മീൻ ബൈ സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം? ഇപ്പം എല്ലാ ട്രാൻസാക്ഷനും ലീഗലി ചില റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. നിയമപരമായിട്ട് അതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. പക്ഷെ ചില സിറ്റുവേഷൻസിൽ പ്രാക്ടിക്കലി ചില ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ടി വരും. അപ്പോൾ നമുക്ക് ചെറിയ ഡീവിയേഷൻസ് ആവാം. അങ്ങനെ ഡീവിയേഷൻസ് വരുമ്പോൾ അതിൻ്റെ റീസൺ കൃത്യമായിട്ട് മെൻഷൻ ചെയ്താൽ മതി എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലീഗൽ ഫോമിനേക്കാളും ആ ട്രാൻസാക്ഷൻ്റെ സബ്സ്റ്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നതാണ്. അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ എസെൻസ്, അതാണ് നമ്മൾ അതിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാനാണ്. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു മെഷീനറി വാങ്ങിക്കുകയാണ്. ആ മെഷീനറിയുടെ വില 1 lakh rupees ആണ്. അത് നമ്മൾ ഫുൾ പൈസ കൊടുത്തിട്ടല്ല വാങ്ങിക്കുന്നത്, ഹയർ പർച്ചേസിനാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക. HP എഗ്രിമെൻറ്റ്, ഹയർ പർച്ചേസ്. അത് 1 lakh നമ്മൾ ആദ്യം ഒരു 20,000 കൊടുത്തു, ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയും. ബാക്കി 80,000 കൊടുക്കണം. അത് 20,000 4 ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് അങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മെഷീനറി നമ്മൾ എടുത്തിട്ട് വരും, നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും. ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ ഈ സെല്ലർക്ക് ഇത് സീസ് ചെയ്യാൻ പറ്റും. അതായത് ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഓണർഷിപ്പ് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക? എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്നതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. പക്ഷേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്താലല്ലേ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു മെഷീനറി വാങ്ങി, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ 2 എന്ന് നമുക്ക് മെഷീനറി ഡെബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടണം, അപ്പോഴേ നമ്മുടെ അസറ്റ് ആവുള്ളൂ. എന്നാൽ ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിലും അത് അസറ്റായിട്ട് തന്നെ ഡെബിറ്റ് ചെയ്യണം. കാരണം അത് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആ മെഷീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്, അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് നിയമപ്രകാരം അസറ്റ് അല്ലെങ്കിലും നമ്മുടെ ബുക്കിൽ നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അത് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. ഇതാണ് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ ഇസ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്നുള്ളതാണ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. അപ്പോൾ ഇത് കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. എന്താണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യുവൽ ആസ്പെക്ട് concept. It can be explained by using a formula, that is capital plus liabilities is equal to assets. This is the formula. Capital plus liability is equal to asset. ഈ ഒറ്റ ഇക്വേഷനിൽ അക്കൗണ്ടൻസി മുഴുവൻ ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇക്വേഷനാണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എത്ര പേജ് എഴുതി നിറച്ചാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഫോർമുലയുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരാൾ ഒരു ബിസിനസ്സിൽ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? നമുക്കിങ്ങനെ ഇവിടെ അസറ്റ്, ഇവിടെ ലയബിലിറ്റി എന്നെഴുതി. ബിസിനസ്സിൻ്റെ അസറ്റ് ലയബിലിറ്റിയാണ് എഴുതുന്നത്. അപ്പോൾ 1 lakh rupees ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് എന്ന അസറ്റ് 1 ലക്ഷം വന്നു. ക്യാപിറ്റൽ അതൊരു ലയബിലിറ്റി ആണെന്ന് അപ്പോഴേ എക്സ്പ്ലെയിൻ ചെയ്തു, 1 ലക്ഷം. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ബിസിനസ് ഈ 1 ലക്ഷം പോരാ, കുറച്ചുകൂടി പൈസ വേണം. അപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു 1,50,000 ലോൺ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 1,50,000 ലോൺ എടുക്കുന്ന സമയത്ത് എഗെയിൻ ദിസ് പൊസിഷൻ വിൽ ബി ചേഞ്ച്ഡ്. ഈ പൊസിഷൻ മാറും.
എങ്ങനെ മാറും? ഈ 1 lakh അതിൻ്റെ കൂടെ ക്യാഷ് ഒരു 1,50,000 കൂടി ചേരും. അപ്പോൾ എത്രയാവും? 2,50,000 rupees വരും. അത് ക്യാഷ് 1 lakh പ്ലസ് 1,50,000 2,50,000 വന്നു. പക്ഷെ അപ്പോൾ ക്യാപിറ്റൽ എത്രയാണ്? 1 lakh. ബാങ്കിനോടൊരു പുതിയ ലയബിലിറ്റി വന്നു, ബാങ്ക് ലോൺ 50,000. See, capital plus liability, other liability is equal to assets. 1 lakh plus 50, 1 lakh plus 1,50,000 2,50,000, ഇവിടെയും 2,50,000 ഈക്വൽ. ഈ പൊസിഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഇതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഐ വിൽ ഗിവ് യു അനദർ എക്സാമ്പിൾ. ഇപ്പോൾ ഈ 2,50,000 ക്യാഷ് ഉണ്ട്. ബിസിനസ് സപ്പോസ് 1 lakh rupeesന്റെ ഒരു മെഷീനറി വാങ്ങിച്ചു, ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. So what will happen? This 2,50,000 cash will be reduced to 1,50,000. And in that case, a new asset comes into existence, that is machinery, which is 1 lakh. So capital plus liability is equal to asset 2,50,000. ഈ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇതാണ് അക്കൗണ്ടൻസിയുടെ ബേസ്. നമ്മൾ അക്കൗണ്ടൻസിയിൽ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ ഈ ഇക്വേഷനിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോബ്ലം പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇത്രയുമാണ് അക്കൗണ്ടൻസിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് GAAP എന്ന് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഉൾപ്പെടെ വരുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് പ്രിൻസിപ്പിൾസ്. ഇത് നല്ലോണം കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.